മാന്യ പ്രേക്ഷകർക്ക് ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ ചെയ്യുന്ന കൃഷി പരിപാലനം എന്ന് പറയുമ്പോൾ ഇത് ചുവന്ന തുളസിയാണ്. നമുക്കേവർക്കും പ്രിയപ്പെട്ട ഒരു ചെടിയാണ് ചുവന്ന തുളസി. നമ്മൾ വളരെയധികം സ്നേഹത്തോടെ ഇഷ്ടത്തോടെ പരിചരിക്കുന്ന ഒന്നാണ് ചുവന്ന തുളസി. അപ്പോൾ ഈ ചുവന്ന തുളസി ആയാലും വെളുത്ത തുളസി ആയാലും നിരവധി തുളസി ഇനങ്ങളുണ്ട്. ഇത് ധാരാളമായിട്ട് ഇലകൾ ധാരാളം ശിഖരങ്ങൾ ഉണ്ടാവാൻ എന്താണ് ചെയ്യേണ്ടതെന്നാണ് നോക്കുന്നത്. അപ്പോൾ തുളസിക്ക് പ്രത്യേകിച്ച് നമ്മൾ വളമൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു പക്ഷേ വളം ചെയ്യുകയാണെങ്കിൽ തന്നെ പിണ്ണാക്ക് വളങ്ങളെ ചെയ്യാവോ, അല്ലാതെ എല്ലുപൊടിയോ മറ്റ് യാതൊരു വളങ്ങളും തുളസിക്ക് ഇടരുത്. പിന്നെ പച്ചിലകൾ വെട്ടി നമുക്ക് ചൂടിയിടാം, അല്ലാതെ മറ്റ് വളങ്ങളും ഇടരുത്. അപ്പോൾ തുളസിക്ക് ധാരാളം ശിഖരങ്ങൾ ഇതുപോലെ ഉണ്ടാവാൻ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ പൂക്കൾ വരാറാവുന്ന ഈ ഇത് കണ്ടില്ലേ, ഇത് നുള്ളിയെടുക്കുക എന്നുള്ള. ഒരു കാരണവശാലും ആയുധങ്ങൾ ഉപയോഗിച്ച് ഇത് അറുത്തെടുക്കരുത്, കൈകൊണ്ട് നുള്ളിയെടുക്കുക. അങ്ങനെയാണ് അങ്ങനെ ചെയ്യേണ്ടത്. ഇങ്ങനെ നമ്മൾ നുള്ളിയെടുത്തു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ശിഖരങ്ങൾ പൊട്ടിക്കൊണ്ടേയിരിക്കും സംഗതി. ഇത് വളരെ ശ്രദ്ധിക്കണം. തുളസി വളരെയധികം അത്ഭുതങ്ങൾ നിറഞ്ഞ ഒരു ഔഷധ ചെടി കൂടിയാണ്. നമ്മുടെ കുട്ടികളുടെയൊക്കെ തലയിൽ പേനും ഈരും ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഈ തുളസിയുടെ നീര് 4 തുള്ളി എടുത്ത് പുരട്ടുകയോ, അതല്ലെങ്കിൽ കിടക്കുന്ന കട്ടിലിൽ അല്ലെങ്കിൽ കിടക്കുന്ന തലയണയിൽ, നമ്മൾ തല വെക്കുന്ന തലയണയിൽ ഇതേപോലെയുള്ള തുളസിക്കതിന് നുള്ളിയെടുത്ത് ആ തലയണയിൽ ഇട്ടതിന് ശേഷം നമ്മൾ ഉറങ്ങുകയോ ചെയ്തു കഴിഞ്ഞാൽ ആ ഈരും പേനും പൂർണ്ണമായിട്ടും നശിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതുപോലെ തന്നെ കീടങ്ങളെ ആകർഷിച്ച് നശിപ്പിക്കാനുള്ള ഒരു പ്രത്യേക കഴിവ് ഈ തുളസിക്കുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ദുർഗന്ധം, തുറക്കുമ്പോൾ ദുർഗന്ധം ഉള്ള, വായിൽ നിന്ന് ദുർഗന്ധം വരുന്നവർക്ക് വൈകുന്നേരങ്ങളിൽ ഉറങ്ങുന്നതിന് മുമ്പായിട്ട് ഇതേലെ ഒരു 4 or 5 ഇല നുള്ളിയെടുത്ത് വായിലിട്ട് ചവച്ച് അതിൻ്റെ ഇറക്കാമെങ്കിൽ, നമ്മൾ വെറ്റില മുറുക്കിൻ്റെ കൂട്ട് ഇറക്കാമെങ്കിൽ ഒരു കുറച്ച് ദിവസം കൊണ്ട് ആ വായിൽ ദുർഗന്ധം മാറിക്കിട്ടുന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അതുപോലെ തന്നെ ഈ നമ്മുടെ തൊണ്ടകുത്തൽ ഉണ്ടാവുകയാണെങ്കിൽ, പനിയെ തുടർന്നുള്ള തൊണ്ടകുത്തൽ, പനിയുടെ ആരംഭഘട്ടത്തിൽ തൊണ്ടകുത്തലുണ്ടാവും. അങ്ങനെ തൊണ്ടകുത്തലുണ്ടാവുകയാണെങ്കിലും ഇതേപോലെ ഒരു 3-4 ഇല പറിച്ചെടുത്ത് നമ്മൾ വായിലിട്ട് അത് ചാച്ചിറക്കിയാൽ മതി. ഒന്ന് കഴുകിയാലും കഴിവില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം ഇത് കിണറിൻ്റെ ഭാഗത്ത് നിൽക്കും, അതുകൊണ്ട് അഴുക്കുകളും മറ്റു കാര്യങ്ങളൊന്നുമില്ല. ഒരു ചെറിയ സ്വാദ് വ്യത്യാസമുണ്ട്, ചെറിയ ലഹരി പോലെയൊക്കെ ഉണ്ട്. അത് കഫത്തെ അലിയിച്ച് കളയാനും നമ്മുടെ തൊണ്ടയിൽ കയറിയിരിക്കുന്ന ബാക്ടീരിയകളെ നശിപ്പിക്കുന്നതിനൊക്കെ അടങ്ങിയ ഒരു ഘടകത്തിൻ്റെ ഒരു ലഹരിയാണ്, അല്ലാതെ മറ്റു കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അതുപോലെ ഇടയ്ക്കൊക്കെ ദിവസങ്ങളിൽ ഏതാനും ഇലകളെടുത്ത് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നത് നമ്മുടെ ശരീരത്തിന് നല്ലതാണ്. പിന്നെ ഒരു ഗ്ലാസ് കുപ്പി ഗ്ലാസ് കൊണ്ടുള്ള ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഇതിൻ്റെ ഏതാനും ഇലകൾ ഇട്ട് വെച്ചതിന് ശേഷം പിറ്റേ ദിവസം പ്രഭാതത്തിൽ ആ വെള്ളം കുടിക്കുന്നത്, തുളസി തീർത്ഥം ആ വെള്ളം കുടിക്കുന്നത് ഏറ്റവും നല്ലതാണ്. അങ്ങനെ നിരവധി നമുക്ക് ഉപയോഗമുള്ള ഒരു ചെടിയാണ് ഈ തുളസി. ചുവന്ന തുളസിയുണ്ട്, വെളുത്ത തുളസിയുണ്ട്, കൃഷ്ണ തുളസിയുണ്ട്, രാമതുളസിയുണ്ട്, കാട്ടുതുളസിയുണ്ട്. അങ്ങനെയൊക്കെ ഒട്ടനവധി തുളസികളുണ്ടെങ്കിലും മിക്ക വീടുകളിലും ഞാൻ കണ്ടിട്ടുള്ളത് ഇത്തരത്തിലുള്ള തുളസി വളർത്തുന്നതാണ്. പലരും എന്നോട് പറഞ്ഞായിരുന്നു, തുളസി ഇങ്ങനെ കുറച്ച് ശിഖരങ്ങളായിട്ട് വളരുന്നില്ല, ചെറിയ ഒരു സസ്യമായിട്ട് വളർന്നിട്ട് അങ്ങനെ നശിച്ചു പോവുകയാണ്. പിന്നെ ഇതിനകത്ത് പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ വെള്ളം ആവശ്യമുള്ള ഒരു സസ്യമാണ് തുളസി. തുളസി നമ്മൾ നട്ട് വളർത്തി അത് നല്ല ഹാപ്പിയായി നിൽക്കണം, സന്തോഷമായിട്ട് നിൽക്കണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, നമ്മൾ എഴുതിട്ട് നോക്കുമ്പോൾ വളരെ പ്രസരിപ്പോടെ നിൽക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ദിവസം ഒരു 2-3 തവണ, മിനിമം 2 തവണയെങ്കിലും മഴയില്ലാത്ത ദിവസങ്ങളിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുകയും ചുവട്ടിലെ മണ്ണ് അതിൻ്റെ വേര് പോകാത്ത വിധം ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുകയും ചെയ്താൽ ഈ ഒരു തുളസി തന്നെ എത്ര കൊല്ലം ഇല്ലെന്ന് നമുക്ക് നിർത്തിക്കൊണ്ട് പോകാൻ സാധിക്കും. നല്ല രീതിയിൽ പരിചരിച്ചാൽ, പിണ്ണാക്കുളങ്ങളൊക്കെ ഇട്ടുകൊടുത്ത് നല്ല രീതിയിൽ പരിചരിച്ചാൽ വർഷങ്ങളോളം ഈ തുളസി കേടുപാടില്ലാതെ നിൽക്കുക, ഒരു മരമായിട്ട് തന്നെ മാറും എന്ന കാര്യത്തിലും തർക്കമൊന്നുമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇത് ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഔഷധ സസ്യമാണ് നമ്മുടെ മുമ്പിലുള്ള ഈ തുളസി. കഴിയുമെങ്കിൽ ഒരു ചുവന്ന തുളസി നമ്മുടെ വീടിൻ്റെ കിഴക്ക് ഭാഗത്ത് കിണറിന് ഉണ്ടെങ്കിൽ കിണറിനോടൊക്കെ ചേർന്ന് നട്ടുപിടിപ്പിക്കുകയും ഒക്കെ ചെയ്താൽ പ്രഭാതത്തിൽ കിഴക്കൊന്നും വരുന്ന കാറ്റ് ഇതിൻ്റെ ഈ ഇലകളിൽ തട്ടി ആ ഔഷധ ഗുണങ്ങൾ നമ്മുടെ വീടുകളിലുള്ളിലേക്ക് കയറ്റിക്കൊണ്ട് പോരുകയും അങ്ങനെ നമ്മുടെ ഭവനങ്ങളുടെ നെഗറ്റീവ് ഊർജ്ജം ഇല്ലാതായി പോസിറ്റീവ് ഊർജ്ജം ഉണ്ടാവുകയൊക്കെ ചെയ്യും. ഒപ്പം നമുക്ക് ഇതിൻ്റെ ഇലകൾ പറിച്ച് വായിലിട്ട് ഇടയ്ക്ക് ചവച്ചാൽ നീര് കുടിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ വെള്ളം തിളപ്പിച്ച് ആറ്റി നമ്മൾ കുടിക്കുന്നത് നല്ലതാണ്. അങ്ങനെ നിരവധി ഉപയോഗങ്ങൾ നമ്മളുണ്ട്. അതുപോലെ തന്നെ എണ്ണ കാച്ചുന്നുണ്ട്, തലമുടിക്ക്
തലമുടി വെള്ളാനും ഒക്കെ ഉള്ള എണ്ണ കാച്ചുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇലകൾ ചേർത്ത് എണ്ണ കാച്ചാം. അങ്ങനെയൊക്കെ നിരവധി ഉപയോഗങ്ങൾ നമുക്കുണ്ട്. അതുപോലെ തന്നെ തെറ്റിപ്പൂവിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഇതും ഒരു പൂജയ്ക്ക് ഉപയോഗിക്കുന്ന, ക്ഷേത്രങ്ങളിൽ പൂജയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു സസ്യമാണ്. മാല കെട്ടാനും പൂജയ്ക്കും ഒക്കെ ഈ തുളസിയുടെ കതിരും അതുപോലെ തുളസിയിലയും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇത് പലരും ഇപ്പോൾ വ്യവസായാടിസ്ഥാനത്തിൽ തന്നെ കൃഷി ചെയ്യുന്നതെന്ന് അറിയാൻ സാധിച്ചത്. അത് എന്തുമായാലും ശരി, നമ്മുടെ ഭവനങ്ങളിൽ ഇതൊന്ന് വെച്ച് പിടിപ്പിക്കുന്നത് നല്ലതാണ്. പ്രിയപ്പെട്ടവരെ, ഇത്തരത്തിലുള്ള അറിവുകൾ ശേഖരിക്കാനും പങ്കുവയ്ക്കാനും നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ, അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് നിങ്ങളുടെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഹൃദ്യമായ നന്ദി, നമസ്കാരം.